ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ കുറേ നാളായി ഷോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സെയിലാണ് എല്ലായിടത്തും. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോയിട്ട് ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ് വാങ്ങിക്കാനായിട്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയോൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 5 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ഇരുട്ടാണ്. നല്ല രീതിയിൽ നമുക്ക് ഡിപ്രഷൻ വരും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, അത്രയും നല്ല രീതിയിലാണ് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോണത് സാറയിലേക്കാണ്. സാറയിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രസ്സിന്. അപ്പോൾ സാറയിൽ നിന്ന് ഡ്രസ്സും പിന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു വീക്കെൻഡിലാണ് കേട്ടോ പോയത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സാറയിൽ തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡിൽ നമ്മൾ പറയേ വേണ്ട, അത്രയും തിരക്കാണ്. പിന്നെ ഈ ഓഫറും കൂടെ നടക്കണ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ തപ്പിപ്പിടിച്ചാണ് ഓരോന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെർഫ്യൂമൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പെർഫ്യൂം സെലക്ട് ചെയ്തു. ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അതേപോലെ തിരക്കായിരുന്നു. അപ്പോൾ ഷിയോണാണെന്നുണ്ടെങ്കിൽ ഷിയോണിൻ്റെ പെർഫ്യൂം നോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെടുത്തു. പിന്നെ ഡ്രസ്സ്, എനിക്കും ഷിയോണുള്ള ഡ്രസ്സും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രയൽ റൂമിലൊക്കെ പോയി ട്രൈ ചെയ്തു. അപ്പോൾ അതേ ക്യൂവിൽ നിൽക്കാണ് കേട്ടോ ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂ ആണ്. ഞങ്ങൾ ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഷിയോണോടെ പാൻസിൻ്റെ ജീൻസിൻ്റെ സെക്ഷൻ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ആൾ വീണ്ടും നോക്കിയിട്ട് ജീൻസ് എടുത്തു. അങ്ങനെ മൊത്തം ഞങ്ങളിതേ എല്ലാം എടുത്തിട്ട് ബില്ല് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഇതേ ഷിയോൺ ബില്ല് ചെയ്തിട്ട് വരികയാണ്. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് ഡൗഗ്ലാസിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് ബ്രഷും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഡൗഗ്ലാസിൽ നിന്ന്. അപ്പോൾ അത് ഡൗഗ്ലാസിൽ പോയി വാങ്ങിക്കാൻ വെച്ചിട്ട് അവിടെ ഞങ്ങൾ കയറി. അപ്പോൾ കയറി വഴിക്ക് ഞങ്ങൾ എല്ലാ ബ്രാൻഡിൻ്റെയും ഇതൊക്കെ നോക്കി, മേക്കപ്പ് സെറ്റുകളെല്ലാം നോക്കി. അങ്ങനെ കുറച്ചൊക്കെ നോക്കി നടന്ന് പിന്നെ നല്ല വിലയാണ് ഡൗഗ്ലാസിൽ. നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്, അത്യാവശ്യം നല്ല വിലയുണ്ട് എല്ലാത്തിനും. അങ്ങനെ ഞാൻ എല്ലാം നോക്കുകയാണ് ഏതെടുക്കണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനാണ് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നോക്കിയിട്ട് മേക്കപ്പ് ബ്രഷ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ഒരു 3 മേക്കപ്പ് ബ്രഷ് എടുത്തു. എൻ്റെ കയ്യിൽ മേക്കപ്പ് ബ്രഷ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പ്രിമാർക്കിലേക്ക് പോയി. പ്രിമാർക്കിൽ ഞാൻ പോയത് എനിക്ക് നൈറ്റ് വെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിച്ചു വാരിയാണ് പ്രിമാർക്കിൽ സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് എടുക്കാൻ പോലും തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. പിന്നെ സെലക്ഷനും വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ എടുത്ത് പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സാണ് അവിടെ നിന്ന് എടുത്തത്, നൈറ്റ് ഡ്രസ്സ്. അതെടുത്തിട്ട് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ H&Mലും കൂടെ കയറി. H&Mലും നല്ല ഓഫർ നടക്കുകയാണ്. എല്ലാ കടയുടെ മുമ്പിലും സെയിൽ 50% ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. H&Mൽ ഭയങ്കര സെയിലായിരുന്നു കേട്ടോ. അത് ഈ കാണുന്ന ടോപ്പിന് ടീഷർട്ടിനൊക്കെ 6 യൂറോയേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 3 യൂറോൻ്റെ ടീഷർട്ട് ഒക്കെ നല്ല ഓഫറിന് കിട്ടിയിട്ടോ H&Mൽ നിന്ന്. അങ്ങനെ H&Mൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ ഒരു KFC കഴിക്കാമെന്ന് വെച്ച് കയറി. അപ്പോൾ KFC അല്ല കേട്ടോ കഴിച്ചത്, ഞാൻ ഈ കാണുന്ന ചീസ് ഫ്രൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. അതും പിന്നെ ഒരു ബർഗറും, കുഞ്ഞൊരു ബർഗറും വാങ്ങിച്ചു. അപ്പോൾ ഒരുപാട് വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വിശപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ഒരു കുട്ടി വിശപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ട്രെയിൻ ഞങ്ങളെ ചതിച്ചു. കുറേ നേരം ട്രെയിൻ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി വന്ന് ട്രെയിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് ട്രെയിൻ കിട്ടി, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ. ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2024 ലാസ്റ്റത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും തന്ന് അങ്ങനെ ഈ വർഷവും കടന്നുപോയി.